കാലമായി ഇപ്പോഴത് മാത്രമല്ല ശ്രീ കെ സി വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു തന്ത്രമായി പല ആളുകളും സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഞ്ജുഷ് അടക്കമുള്ള ആളുകൾ വീണ്ടും വീണ്ടും അത് തന്നെ ആക്രമിച്ചു അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളുണ്ടാവാം അതിൻ്റെ പിന്നിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനൊരു സാഹചര്യം, അത്തരത്തിലൊരു ഈ ഒരു ഇഷ്യൂ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു ഇഷ്യൂ ആയി നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അത് അസാധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതായത് 63 പേർ ചേർന്നിട്ടുള്ള യോഗത്തിൽ 49 പേർ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 49 പേർ അദ്ദേഹത്തെ CLP ലീഡറായി തിരഞ്ഞെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന MLA-മാർ അത്തരത്തിലൊരു ആവശ്യം വരുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കണ്ടേ? അപ്പോൾ ചർച്ചയ്ക്കെടുക്കണം. അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യവുമില്ല. അദ്ദേഹം ഈ ഇത്തരത്തിൽ ഞാൻ ചോദിക്കട്ടെ, മഞ്ജുഷ് അറിയാമോ അദ്ദേഹം ഏതെങ്കിലും MLA-മാരെ നേരിട്ട് വിളിച്ചിട്ട് എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞതായിട്ട് മഞ്ജുഷിന് അറിയാമോ? മഞ്ജുഷ് അറിയാമെങ്കിൽ പറയൂ. എനിക്കറിയാം അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പറയാൻ അറിയാമെന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെയല്ല. ഈ 63 പേരിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ച് 63 പേരിൽ 49 പേരുടെ പേരുകൾ നിങ്ങൾ പറഞ്ഞു. ഈ 40 കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചു, മടങ്ങുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയും MLA-മാരും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി MLA-മാർ തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചു. ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കലാണ്. അതാണ് അടുത്ത നടപടി. അതിലേക്ക് കടക്കുകയാണ്. ലോക് ഭവനിലേക്ക് അല്പസമയത്തിനകം VD സതീശൻ എത്തും. ശരി, അതുകൊണ്ട് അത്തരത്തിലൊരു സംഭവം, അസാധാരണമായൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മത്സരിച്ച് വരുന്ന MLA-മാരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. അത് പല സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു നോക്കി. ഞാനത് പരിശോധിച്ച് നോക്കി. അത് എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിച്ച് വന്ന MLA-മാരുടെ നിന്നാണ് CLP ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ശ്രീ കെ സി വേണുഗോപാലിനെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഇത് രാവിലത്തോടുകൂടി 12 മണിയോടുകൂടി ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരിക്കൽ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു സമീപനം അങ്ങനെയാണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ടാവും. ഒരിക്കൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.